Analysis of rates അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സിമെന്റ് കോൺക്രീറ്റ്. സിമെന്റ് കോൺക്രീറ്റിന്റെ അനാലിസിസ് ഓഫ് റേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ സിമെന്റ് കോൺക്രീറ്റിന്റെ പോർഷനിൽ നിന്നാണ്. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റിംഗ് നമ്മൾ എവിടെയൊക്കെയാണ് യൂഷ്വലി പെർഫോം ചെയ്യുന്നത്? വളരെ ഈ റൂഫ് സ്ലാബിലാണ് കൂടുതലും സിമെന്റ് കോൺക്രീറ്റിംഗ് വരുന്നത്. അപ്പോൾ RCC സ്ട്രക്ചറൊക്കെയാണത്. ഇപ്പോൾ നമ്മൾ RCCയിലേക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെന്റ് ഫോം വെച്ച് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ലെങ്ത് ഇൻറ്റു ഹൈറ്റ്, പിന്നെ ഒരു ബ്രെഡ്ത്തും ഉണ്ടാവും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. എത്ര m³ ആണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിലും റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിലും. ഇപ്പോൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിംഗിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം ഡിറ്റക്റ്റ് ചെയ്യില്ല. നമ്മൾ എടുക്കുന്ന വോളിയം എന്തായിരിക്കും? ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റ് എവിടെ വരുവാണെങ്കിലും, whether it is plain cement concrete or reinforced cement concrete, നമ്മൾ ആ പോർഷന്റെ വോളിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ്? സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, പിന്നെ കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. അപ്പോൾ നമുക്ക് എത്ര m³ വേണോ നമുക്ക് മെഷർമെന്റ് ഫോം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് പോർഷനാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് എത്ര സിമെന്റ് വേണം, അല്ലെങ്കിൽ എത്ര കിലോ സിമെന്റ് വേണം, എത്ര m³ ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര m³ കോഴ്സ് അഗ്രിഗേറ്റ് വേണം എന്നൊക്കെ ഈ വോളിയത്തിൽ നിന്ന് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത്, എന്നിട്ടാണ് അനാലിസിസ് ഓഫ് റേറ്റ്സിലേക്ക് വരുന്നത്. സോ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സിമെന്റ് വേണം, ഫൈൻ അഗ്രിഗേറ്റ് വേണം, കോഴ്സ് അഗ്രിഗേറ്റ് വേണം. ഇതിനെ നമ്മൾ എന്തുമായിട്ട് മിക്സ് ചെയ്യും? ഇതിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 10 m³ കോൺക്രീറ്റ് വേണമെന്ന് വിചാരിക്കുക. 10 m³ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ഈ മിക്സ്ചർ എല്ലാം കൂടി, സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും, ഇതെല്ലാം കൂടി നമ്മൾ 10 m³ എടുക്കുവാണെങ്കിൽ 10 m³ എടുത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 m³ കിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും അതിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്നും കൂടി ചേർത്ത് 10 m³ ആണ് എടുത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 m³ കിട്ടില്ല. ബിക്കോസ് എന്താ പറയുന്നത്? അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. ഡ്രൈ മിക്സ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് എടുക്കണം. സോ എക്സ്ട്രാ എമൗണ്ട് എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് എത്ര m³ ആണോ വേണ്ടത് അതിന്റെ 50 to 55% എക്സ്ട്രാ എടുക്കണമെന്നാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് പറയുന്നത്. 50 to 55% എക്സ്ട്രാ എടുക്കണം. പക്ഷെ നമ്മൾ യൂഷ്വലി പ്രോബ്ലംസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ പ്രാക്ടിക്കലി കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് 52% എക്സ്ട്രാ എടുക്കും. നമുക്ക് എത്ര m³ ആണോ കോൺക്രീറ്റ് വേണ്ടത്? ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ 10 m³ ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോൺക്രീറ്റ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും കൂടി 10 m³ മെറ്റീരിയൽ എടുത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 m³ കിട്ടത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? നമ്മുടെ വോളിയം റെഡ്യൂസ് ചെയ്യും. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ 10 m³ എന്നുള്ള സാധനം കുറെ കൂടി റെഡ്യൂസ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ 52% എക്സ്ട്രാ എടുക്കണം. അപ്പോൾ നമുക്ക് 10 m³ ആണ് കോൺക്രീറ്റ് വർക്ക് എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 15.2 m³ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 1 m³ വർക്കാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ട ക്വാണ്ടിറ്റി 1.52 m³ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എവിടെയും പറയില്ല നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത്, പക്ഷേ ഇത് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ 10 m³ വർക്ക് ആണെങ്കിൽ നമ്മൾ എത്ര m³ മെറ്റീരിയൽ എടുക്കണം? 15.2 m³ മെറ്റീരിയൽ എടുക്കണം. അപ്പോൾ 1 m³ മെറ്റീരിയൽ ആണെങ്കിൽ 1.52 m³ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മാത്രമേ നമുക്ക് 1 m³ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, find the quantity of dry ingredients required for 1 m³ M7.5 grade concrete.
അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം എത്ര ക്വാണ്ടിറ്റി സിമെൻറ്റ് വേണം, എത്ര ക്വാണ്ടിറ്റി ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര ക്വാണ്ടിറ്റി കോഴ്സ് അഗ്രിഗേറ്റ് വേണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കറക്റ്റ് 1 m³ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്താൽ കിട്ടത്തില്ല. എന്തെടുക്കണം? 1 m³ ആണ് കോൺക്രീറ്റ് വർക്കെങ്കിൽ 1.52 m³ മെറ്റീരിയൽ എടുത്താൽ മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സിമെൻറ്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് M7.5ൻ്റെ മിക്സ് റേഷ്യോ നമ്മൾക്ക് അറിയണം. അപ്പോൾ M7.5ൻ്റെ മിക്സ് റേഷ്യോ എന്ന് വെച്ചാൽ 1:4:8 ആണ് മിക്സ് റേഷ്യോ. ഇനി നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. സം ഓഫ് പാർട്സ്. അപ്പോൾ 1 part of cement plus 4 part of fine aggregate plus 8 part of coarse aggregate. അപ്പോൾ ടോട്ടൽ എന്ന് വെച്ചാൽ സം ഓഫ് പാർട്സ് എന്ന് വെച്ചാൽ 13. അപ്പോൾ ഇതിനകത്ത് സിമെന്റ് എത്ര ക്വാണ്ടിറ്റി വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ പാർട്ട് എത്രയാണ്? 13. 13ൻ്റെ എത്ര പാർട്ടേ സിമെന്റ് ഉള്ളൂ? 1 part. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ 1/13. 1 എന്ന് വെച്ചാൽ സിമെന്റിന് 1 പാർട്ടേ ഉള്ളൂ, ടോട്ടൽ പാർട്ട് 13. അപ്പോൾ 1/13. ഇനി 1/13 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വോളിയം റെഡ്യൂസ് ചെയ്യും വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, നമുക്ക് ആ എക്സ്ട്രാ വാല്യൂയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.52. അപ്പോൾ 1/13 into 1.52. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 0.117 m³ എന്ന വോളിയം കിട്ടും. അപ്പോൾ 1 m³ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സിമെന്റിന്റെ വോളിയം 0.117 m³. ഇനി സിമെന്റ് നമ്മൾ വോളിയത്തിലല്ല പറയുന്നത്. സിമെന്റ് നമ്മൾ പറയുന്നത് കിലോഗ്രാംസിലോ ടേൺസിലോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ വലിയ വർക്കാണെങ്കിൽ നമുക്ക് ടേൺസിലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് എത്ര ബാഗ് സിമെന്റ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എപ്പോഴും ടേൺസിലായിരിക്കും, അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്തിലായിരിക്കും കിട്ടുന്നത്? മീറ്റർ ക്യൂബിലായിരിക്കും കിട്ടുന്നത്. അതിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാമിൽ കൺവേർട്ട് ചെയ്തിട്ട് ടൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിൽ കിട്ടിയതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെൻസിറ്റി ഓഫ് സിമെന്റ് എന്ന് വെച്ചാൽ 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാംസിൽ കിട്ടും 168.37. അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി 1 m³ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിങ്ങിന് വേണ്ട ക്വാണ്ടിറ്റി 168.37 കിലോഗ്രാം. ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻസിൽ കിട്ടും. അപ്പോൾ എപ്പോഴും നിയറസ്റ്റ് 2 ഡെസിമൽസ് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽ പ്ലേസേ വരാവുള്ളൂ. അതുകൊണ്ടാണ് 0.17 ടൺസ് കിട്ടിയത്. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മിക്സ് പ്രപ്പോർഷൻ നോക്കിയേ. ഫൈൻ അഗ്രിഗേറ്റ് എത്ര പാർട്ട് ഉണ്ട്? 4 പാർട്സ് ഉണ്ട്. 4. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് എത്രയാണ്? 13 ആണ്. അപ്പോൾ 4/13 ഇൻറ്റു നമുക്ക് എന്തും കൂടെ എക്സ്ട്രാ കൊടുക്കണം, ഇൻറ്റു 1.52 എന്ന് വെച്ചാൽ 4/13 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാ 1.52 കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് 0.47 കിട്ടി. ഇനി കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാണ് വരുന്നത്? മിക്സ് പ്രപ്പോർഷൻ 8. അപ്പോൾ 8 പാർട്ട് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. ടോട്ടൽ പാർട്സ് 13. അതിൻ്റെയും കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 1.52. 52% എക്സ്ട്രാ എടുക്കണം. അതാണ് ഇൻറ്റു 1.52. സോ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് 0.94 m³. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എത്ര എമൗണ്ട് ആണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന്. അപ്പോൾ സിമെന്റ് വേണ്ടത് 0.17 ടൺസ് വേണം. ഫൈൻ അഗ്രിഗേറ്റ് 0.47 m³ വേണം. കോഴ്സ് അഗ്രിഗേറ്റ് 0.94 m³ വേണം. ഈ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് 40 mm and 20 mm കോഴ്സ് അഗ്രിഗേറ്റ് എന്നുണ്ട്. കോഴ്സ് അഗ്രിഗേറ്റ് required for 1 m³ concrete M7.5 ഗ്രേഡ്. അപ്പോൾ നമുക്ക് 40 mm 20 mm കോഴ്സ് അഗ്രിഗേറ്റ് എത്ര വേണം for 1 m³ using M7.5 ഗ്രേഡ് കോൺക്രീറ്റിംഗ് ആണെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു
1 m cube 7.5 ഗ്രേഡ് കോൺക്രീറ്റിങ്ങിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് സിമെൻറ്റിൻ്റെത് 0.17 ടൺസ്, ഫൈൻ അഗ്രിഗേറ്റ് 0.47, കോഴ്സ് അഗ്രിഗേറ്റ് 0.94. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 40 mm 20 mm കോഴ്സ് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ക്വാണ്ടിറ്റി 40 mm കോഴ്സ് അഗ്രിഗേറ്റ് വേണം, എത്ര ക്വാണ്ടിറ്റി 20 mm കോഴ്സ് അഗ്രിഗേറ്റ് വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര ക്വാണ്ടിറ്റി 40 mm, എത്ര ക്വാണ്ടിറ്റി 20 mm, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെൻട്രൽ PWD ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ എത്ര m³ ആണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്ര ആണെങ്കിലും, ഇപ്പോൾ M7.5ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 0.94 അല്ലേ. അപ്പോൾ അത് കണക്ക് M10 M15 M20 24 ഏത് വാല്യൂ ആണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ 0.7 m³ ആണ് നമ്മൾ എടുക്കേണ്ട 40 mm കോഴ്സ് അഗ്രിഗേറ്റിന്റെ വാല്യൂ. അപ്പോൾ ഇത് സെൻട്രൽ PWD പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി അതിന്റെ 0.7, അതിനകത്ത് 0.7 40 mm എടുക്കുക, റിമൈനിങ് വാല്യൂ ഫൈൻ അഗ്രിഗേറ്റുമായിട്ട് എടുക്കുക, റിമൈനിങ് വാല്യൂ 20 mm ആയിട്ട് എടുക്കുക. ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിന് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ്, 8/13 × 1.52 0.94 m³ ആണ് നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് 0.7 ആയിരിക്കും. ഈ 0.94-നകത്തുള്ള 0.7 m³ ആണ് നമ്മൾ 40 mm കോഴ്സ് അഗ്രിഗേറ്റിന് എടുക്കുന്നത്. ഇനി ബാക്കി വരുന്ന അഗ്രിഗേറ്റ് 20 mm ആയിരിക്കും. അപ്പോൾ ഈ 0.7 m³ ഫോർ 40 mm കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ഏത് വാല്യൂ കിട്ടിക്കഴിഞ്ഞാലും, എത്ര വലിയ വാല്യൂ ആണ് ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടിയാലും, അല്ലെങ്കിൽ എത്ര വലിയ വാല്യൂ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എടുക്കേണ്ടത് 0.7 m³ കോഴ്സ് അഗ്രിഗേറ്റിന് 40 mm എടുക്കുക, റിമൈനിങ് വാല്യൂ 20 mm എടുക്കുക. അപ്പോൾ ഇതിനകത്ത് 0.94 0.7 40 mm എടുക്കുക, ബാക്കി വാല്യൂ എന്ന് പറയുമ്പോൾ 0.94 മൈനസ് 0.7 0.24 ആയിരിക്കും 20 mm കോഴ്സ് അഗ്രിഗേറ്റിന് വരുന്നത്. ഇനി നമുക്ക് ഈ കോഴ്സ് 40 mm അഗ്രിഗേറ്റ്സ് എന്ന് വെച്ചാൽ അതിന് സൈസ് ഭയങ്കര കൂടുതലായിരിക്കും. സൈസ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വോയിഡ് സ്പേസസ് ഫോം ചെയ്യും. അപ്പോൾ ആ വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 7.5% ആയിരിക്കും. ഈ 0.7ന്റെ 7.5%ഉം വോയിഡ് സ്പേസസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ 40 mm കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഈ 0.7 mm അത്രയും വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ വരും, കോൺക്രീറ്റിനകത്ത് ഒരുപാട് എക്സ്ട്രാ വരും. അതുകൊണ്ട് 0.7-നകത്ത് നിന്ന് എന്ത് ചെയ്യുക, വോയിഡ് സ്പേസും കൂടി റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രം മതി നമ്മൾ എടുക്കുന്ന 40 mm കോഴ്സ് അഗ്രിഗേറ്റ്. ഒരുപാട് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് 0.7 m³ അത്രയും 40 mm കോഴ്സ് അഗ്രിഗേറ്റ് വേണ്ട. ഇപ്പോൾ CPWD പറയുന്നതനുസരിച്ച് 7.5%-ഉം അതിനകത്ത് വോയിഡ് സ്പേസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേണ്ട കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.7 മൈനസ് 0.7 × 7.5/100 എന്ന് വെച്ചാൽ ഇത്രയും വോയിഡ് സ്പേസ് ആണ്. ഇത് വോയിഡ് സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി 0.65 m³ ആണ് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അത് ഓർത്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് 40 mm 20 mm കോഴ്സ് അഗ്രിഗേറ്റ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 20 mm നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. നമുക്ക് എത്രയാണോ ടോട്ടൽ എമൗണ്ട് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടിയത് അതിൽ നിന്ന് 0.7 അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് 40 mm 20 mm കോഴ്സ് അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് കിട്ടിയ കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി 0.94 ആണ്. അപ്പോൾ ഈ 0.94-ൽ എന്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, 0.7 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, നമുക്ക് 20 mm കിട്ടും. അതിപ്പോൾ എത്ര വലിയ വാല്യൂ ആണ് ഈ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാലും അതിനകത്ത് നിന്ന് 0.7 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.24 കിട്ടും. ഇനി 0.7-ന്റെ അതിനകത്ത് നിന്ന് 7.5% സബ്സ്ട്രാക്ട് ചെയ്യുക, അതായത് 0.65 m³. ഈ വാല്യൂം എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. 0.7ന്റെ 7.5% എന്ന് വെച്ചാൽ 0.65 m³ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാം. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചെയ്യണമെന്നില്ല.
ഈ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ക്വാണ്ടിറ്റി ഓഫ് 40 mm കോഴ്സ് അഗ്രിഗേറ്റ് 0.7 m3 റെഫറിങ് CPWD. അപ്പോൾ നമുക്ക് കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക 0.94. അതിനകത്ത് നിന്ന് -0.7 ചെയ്യുമ്പോൾ 20 mm കിട്ടും, 0.24 m3. ഇനി 0.7നകത്ത് നിന്ന് 7.5% വോയിഡ് സ്പേസ് റിമൂവ് ചെയ്യുക, അത് 0.65 m3. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി ആണ് കോഴ്സ് അഗ്രിഗേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 40 mm കോഴ്സ് അഗ്രിഗേറ്റ് 0.65 m3ഉം 20 mm കോഴ്സ് അഗ്രിഗേറ്റ് 0.24 m3ഉം. അപ്പോൾ 40 mm ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 0.65 എന്ന് എഴുതാം. പിന്നെ 20 mm ആണെങ്കിൽ കിട്ടിയേക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റിൽ നിന്ന് ടോട്ടൽ കോഴ്സ് അഗ്രിഗേറ്റ് വാല്യൂയിൽ നിന്ന് -0.7 സബ്സ്ട്രാക്ട് ചെയ്യുക. ഇനി അടുത്ത ലെക്ചറിൽ നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.